കടൽ മുറിച്ച് മുന്നേറുന്ന വിമാനവാഹിനി കപ്പലുകളുടെ കാലമാണിത്. ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ ശ്രദ്ധ നേടിയത് US പടക്കപ്പലായ USS എബ്രഹാം ലിങ്കൺ ആയിരുന്നു. എന്നാൽ ലോകത്ത് മറ്റാരും മുന്നോട്ട് വയ്ക്കാത്ത ഒരു ആശയം അവതരിപ്പിച്ചിരിക്കുകയാണ് ചൈന. അതെ, സയൻസ് ഫിക്ഷൻ സിനിമകളെ വെല്ലുന്ന രീതിയിൽ ബഹിരാകാശത്ത് നിലയുറപ്പിക്കാൻ കഴിയുന്ന ഭീമാകാരമായ വിമാനവാഹിനി കപ്പലിന്റെ രൂപരേഖ പുറത്തുവിട്ടിരിക്കുകയാണ് ചൈന. ലുവാൻ നിയോ എന്നാണ് ഈ ബഹിരാകാശ വിമാനവാഹിനിക്ക് പേരിട്ടിരിക്കുന്നത്. ഈ പേടകത്തിന് ഭൂമിയുടെ അന്തരീക്ഷത്തിന് തൊട്ടുപുറത്ത് പറന്നു നടക്കാൻ സാധിക്കുമെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. എന്നാൽ ബഹിരാകാശത്ത് ഇങ്ങനെ ഒരു വിമാനവാഹിനി സാധ്യമാണോ എന്നതാണ് ഇവിടെ പ്രധാന ചോദ്യം. നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. ചൈനയുടെ നാൻഷൻമെൻ പ്രോജക്റ്റിന്റെ ഭാഗമാണ് ലുവാൻ നിയോ. തെക്കൻ സ്വർഗവാതിൽ എന്നാണ് നാൻഷൻമെൻ എന്ന വാക്കിന്റെ അർത്ഥം. ലുവാൻ നിയോ എന്നാൽ ഫിനിക്സ് പക്ഷി സങ്കല്പത്തിന് സമാനമായി ചൈനയിൽ സങ്കല്പത്തിലുള്ള ഒരു പക്ഷിയാണ്. പ്രതിരോധത്തിന് സർവശക്തനായ ഒരു ഏകീകൃത സംവിധാനം എന്ന സങ്കല്പമാണ് ചൈന ഇതുവഴി മുന്നോട്ട് വയ്ക്കുന്നത്. ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ CCTV പുറത്തുവിട്ട പുതിയ വീഡിയോയിലുള്ള ത്രികോണ ആകൃതിയിലുള്ള യുദ്ധക്കപ്പൽ സ്റ്റാർ വാർസ് സിനിമയിലെ ബഹിരാകാശ പേടകങ്ങൾക്ക് സമാനമാണ്. ബഹിരാകാശത്തു കൂടി പറക്കാനും പൈലറ്റില്ലാത്ത യുദ്ധവിമാനങ്ങളെ വിന്യസിക്കാനും ഭൂമിയിലെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ തൊടുക്കാനും സാധിക്കുന്ന വിധത്തിലായിരിക്കും ഇതിന്റെ രൂപകൽപ്പന. ഇത് യാഥാർത്ഥ്യമായാൽ ഭാവിയിലെ യുദ്ധങ്ങളിൽ ചൈനയ്ക്ക് മേൽക്കൈ ലഭിക്കുമെന്നത് സത്യമാണ്. ചൈന ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാക്കിയാൽ അത് ആർക്കും വലിയൊരു ഭീഷണിയാണ് എന്നതിൽ സംശയവുമില്ല. നിലവിൽ ഇതൊരു സങ്കല്പം മാത്രമാണ്. അത് യാഥാർത്ഥ്യമാകില്ല എന്നല്ല. അങ്ങനെ സംഭവിച്ചാൽ കുറഞ്ഞത് 3 പതിറ്റാണ്ടെങ്കിലും വേണ്ടി വരുമെന്ന് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ പറയുന്നുമുണ്ട്. അതോടൊപ്പം കര, നാവിക, വ്യോമസേനകളെപ്പോലെ ഒരു ബഹിരാകാശ സേന എന്ന ആശയത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതിന് ചൈന പുറത്തുവിട്ട ഈ വീഡിയോ വഴിവെക്കുകയും ചെയ്യും. ചൈനയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷനിൽ 2017 മുതലാണ് ഈ പദ്ധതി ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അന്നു മുതൽ തന്നെ ഈ വിമാനവാഹിനിയുടെ പലവിധ മോഡലുകൾ വിവിധ പരിപാടികളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത് ചൈന സെൻട്രൽ ടെലിവിഷൻ ഒരു പുതിയ വീഡിയോ പങ്കുവച്ചതോടെയാണ്. 242 മീറ്റർ നീളവും 684 മീറ്റർ വീതിയുമുള്ള അതിഭീമൻ പേടകമാണ് ചൈന ലുവാൻ നിയോ എന്ന ആശയം. ഇന്ന് നിലവിലുള്ള വിമാനങ്ങളെക്കാൾ എത്രയോ മടങ്ങ് വലുതാണിത്. 20,000 അടിയോളം വിസ്താരവും 1,20,000 ടൺ ഭാരവും ഇതിനുണ്ടാകും. സുവാന്നു എന്ന് പേരിട്ടിരിക്കുന്ന 88 ആളില്ലാ യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ഈ കപ്പലിന് ശേഷിയുണ്ടാകും. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലെ ഏത് ലക്ഷ്യസ്ഥാനത്തേക്കും ഹൈപ്പർസോണിക് മിസൈലുകൾ തൊടുക്കാൻ ഇതിന് സാധിക്കും. ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ CCTV പുറത്തുവിട്ടിയ വീഡിയോ പ്രകാരം അടുത്ത 20 മുതൽ 30 വർഷത്തിനുള്ളിൽ ഇത് യാഥാർത്ഥ്യമായേക്കും. 2045-നും 2055-നും ഇടയിൽ ഇത് സജ്ജമാകുമെന്നാണ് ചൈനീസ് കണക്കുകൂട്ടലുകൾ പറയുന്നത്. ചൈനയുടെ പദ്ധതികൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ചിറകുകളിൽ മാറ്റം വരുത്തി പറക്കൽ മെച്ചപ്പെടുത്തുന്ന ബൈഡി യുദ്ധവിമാനവും ലേസറും മൈക്രോവേവും ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും നാൻഷൻമെൻ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ ബീം തോക്കുകളും അക്കൂട്ടത്തിലുണ്ട്. AI അധിഷ്ഠിതമായിരിക്കും ഇവയുടെ പ്രവർത്തനവും. എന്നാൽ ചൈന ഈ സാങ്കല്പിക സാങ്കേതിക വിദ്യകൾ നിരന്തരം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അവ ഉടൻ സംഭവിക്കുമെന്നോ എന്നെങ്കിലും നടക്കുമെന്നോ ആരും വിശ്വസിക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഇത് വെറും സയൻസ് ഫിക്ഷൻ മാത്രമാണെന്നാണ് പൊതുവിലുള്ള നിരീക്ഷണവും. ലുവാൻ നിയോ പോലെ വലുതും ഭാരമേറിയതുമായ ഒന്നിനെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നതിന് പ്രൊപ്പൽഷൻ, ഊർജ്ജ സ്രോതസ്സുകൾ, സാമഗ്രികൾ എന്നിവയിൽ വൻ മുന്നേറ്റം ആവശ്യമായിട്ടുണ്ട്. നിലവിൽ ലഭ്യമായ സാങ്കേതിക വിദ്യ വെച്ച് നോക്കിയാൽ ഈ സങ്കല്പം ഭൗതിക ശാസ്ത്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതുമാണ്. എന്നാൽ ഈ സങ്കല്പങ്ങൾ ഭാവിയിലെ വ്യോമ ബഹിരാകാശ യുദ്ധങ്ങൾക്ക് അനുയോജ്യമാണെന്ന് ചൈനീസ് സൈനിക നിരീക്ഷകനായ സോങ് ഷോങ്പിങ് പറഞ്ഞു. അതേസമയം ഇത്തരം പദ്ധതികളുടെ പ്രഖ്യാപനം ചൈനീസ് ദേശീയത വളർത്താനും അമേരിക്ക പോലുള്ള എതിരാളികൾക്ക് മുന്നിൽ കരുത്ത് കാട്ടാനുമുള്ള പ്രചാരണമായാണ് വിലയിരുത്തുന്നത്. നിലവിൽ ഇതൊക്കെ വെറും വീഡിയോകളും മാതൃകകളും മാത്രമാണ്. ഈ ശാസ്ത്ര സങ്കല്പ കാഴ്ചപ്പാടിനെ യാഥാർത്ഥ്യമാക്കാൻ ചൈനയ്ക്ക് കഴിയുമോ എന്നതാണ് പ്രധാനമായും ലോകം ഉറ്റുനോക്കുന്നതും.